ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 26 വിശുദ്ധ തിമോത്തേയോസിൻ്റെ തിരുനാൾ. ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന സ്ഥലത്താണ് തിമോത്തിയോസ് ജനിച്ചത്. അമ്മ ഒരു യഹൂദ സ്ത്രീയും അച്ഛൻ ഒരു വിജാതീയനുമായിരുന്നു. തിമോത്തിയോസ് എന്ന വാക്കിനർത്ഥം ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നാണ്. യഹൂദ നിയമമനുസരിച്ചുള്ള പരിച്ഛേദന കർമ്മം തിമോത്തിയോസ് സ്വീകരിച്ചിരുന്നില്ല. പൗലോസ് ശ്ലീഹ ആദ്യം ലിസ്ത്രായിൽ വന്നപ്പോൾ യുവാവായിരുന്ന തിമോത്തിയോസും അമ്മയും അമ്മാമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. 7 വർഷം കഴിഞ്ഞ പൗലോസ് വീണ്ടും ലിസ്ത്ര സന്ദർശിച്ചപ്പോൾ തപോനിഷ്ഠനും സൽസ്വഭാവിയുമായിട്ടാണ് തിമോത്തിയോസ് കഴിയുന്നതെന്ന് പൗലോസ് അറിഞ്ഞു. സർവദാ സംപ്രീതനായ പൗലോസ് പുരോഹിത സ്ഥാനത്തിനുള്ള അഭിഷേകം ചെയ്തു. അന്നു മുതൽ തിമോത്തിയോസ് പൗലോസിന്റെ സഹപാഠിയും വിശ്വസ്ത പ്രവർത്തകനുമായി. സ്വന്തം കാര്യം അന്വേഷിക്കാതെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ വ്യാപൃതനായി തിമോത്തിയോസ് പിതാവിനോടെന്ന പോലെ പൗലോസിനോടൊത്ത് ഗ്രീസും ഏഷ്യ മൈനറിലെ പല സ്ഥലങ്ങളും അവർ ഒന്നിച്ച് സന്ദർശിച്ചു. സഭകളുടെ മൗന ഭക്തിക്ക് പ്രതിവിധി ഉണ്ടാക്കാൻ ശ്ലീഹായുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച തിമോത്തിയോസിനെ എഫേസുസിലെ മെത്രാനായി നിയോഗിച്ചു. ശ്ലീഹായുടെ ഉപദേശപ്രകാരം ദൈവ നിവേശിതമായ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിച്ച് വിശ്വാസികളെ രക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. തിമോത്തിയോസ് 97 വയസ്സിൽ പൗലോസ് ശ്ലീഹായുടെ ഈ വിശ്വസ്തദാസനും രക്തസാക്ഷിത്വ മകുടം ചൂടി. നാം ഈശോയോടുകൂടെ മരിച്ചാൽ അവിടത്തോടുകൂടെ ജീവിക്കും എന്ന വിശുദ്ധ തിമോത്തിയോസിന്റെ വാക്കുകൾ പോലെ നമുക്കും അവിടത്തോടുകൂടെ സഹിച്ച് അവിടത്തോടുകൂടെ ജീവിക്കാം. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.